എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം നമുക്ക്. ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ഡാഷ് എറേഴ്സ് ആർ റെക്ടിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പ്ലനേറ്ററി നോട്ട്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട്, അതിൻ്റെ ഓരോ ഓപ്ഷനായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓപ്ഷനും വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ റിലേറ്റഡ് ഫാക്ട്സും വരുന്നുണ്ട്. അപ്പോൾ ഇത് ചോദിക്കുന്നത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഏതാണ്, അതായത് എക്സ്പ്ലനേറ്ററി നോട്ട് പ്രകാരം ഏതാണ് റെക്ടിഫൈ ചെയ്യുന്നത്, അതിൻ്റെ ആൻസർ വൺ സൈഡാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക്. ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ഡാഷ് എറേഴ്സ് ആർ റെക്ടിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പ്ലനേറ്ററി നോട്ട്. വൺ സൈഡഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താ? വൺ സൈഡഡ് എറർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു, അതായത് ഡെബിറ്റിനോ ക്രെഡിറ്റിനോ ബാധിക്കുകയാണെങ്കിൽ അത് വൺ സൈഡഡ് എററാണ്. അപ്പം വൺ സൈഡഡ് എറേഴ്സ് എഫക്ട് ഓൺലി വൺ സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് ഐദർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആൻഡ് ദർ ഓഫ് ഡു നോട്ട് ബാലൻസ് ഓട്ടോമാറ്റിക്കലി. നമ്മൾ എന്തോ എപ്പോഴും എക്കോണമിക്സ് ചെയ്യുമ്പോൾ ടാലി ആവണില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് കൂടുകയോ കുറവോ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ആ ഒരു മിസ്മാച്ച് ഉണ്ടല്ലോ, അതാണ് വൺ സൈഡഡ് എറർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദീസ് എറേഴ്സ് ആർ യൂഷ്വലി ഡിറ്റക്റ്റഡ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ ട്രയൽ ബാലൻസ് വെൻ ടു നോട്ട്. നമുക്ക് ലാസ്റ്റ് നമ്മൾ ട്രയൽ ബാലൻസ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ഒന്നും ടാലി ആവാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യണേ. ഇങ്ങനൊരു എറർ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇഫ് ദ ട്രയൽ ബാലൻസ് ഹാസ് ബീൻ പ്രിപ്പയർഡ് വൺ സൈഡഡ് എറേഴ്സ് ആർ റെക്ടിഫൈഡ് ത്രൂ ദ സസ്പെൻസ് അക്കൗണ്ട്. നിങ്ങൾ പഠിക്കുമ്പോഴൊക്കെ എന്തോ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ടാലി ആവുന്നില്ല, അതുകൊണ്ട് അവിടെ ഇടാനുള്ള സ്ഥലം. അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും ഒരു എറേഴ്സ് സംഭവിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ റെക്ടിഫൈ എൻട്രി വെച്ചിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ടെമ്പററി ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നതാണ് ഈ സസ്പെൻസ് അക്കൗണ്ട്. അല്ലാതെ അതൊരു പെർമനൻറ്റ് അക്കൗണ്ട്, ടെമ്പററി അക്കൗണ്ടാണ്. ഈ സസ്പെൻസ് അക്കൗണ്ടിൽ വെച്ചിട്ടാണ് പ്രോപ്പർ ജേണൽ എൻട്രി, എക്സ്പ്ലനേറ്ററി ജേണൽ എൻട്രി വെച്ചിട്ട് ആ എററിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യും. അതിന് വേണ്ടി ടെമ്പററി ആയിട്ട് പ്ലേസ് ചെയ്യാനാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ഇനി അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സസ്പെൻസ് അക്കൗണ്ടിന് ബാലൻസ് ഒന്നും കാണത്തില്ല. അപ്പം എന്താണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പ്രീവിയസ് ആണ്. സസ്പെൻസ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് വെൻ ട്രയൽ ബാലൻസ് ടോട്ടൽസ് ഡു നോട്ട് മാച്ച് ഡ്യൂ ടു വൺ സൈഡ് എറർ. ടാലി ആവാതിരിക്കുമ്പോഴാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ദ ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് ഈസ് ടെമ്പററിലി PYQ temporarily transferred to suspense account to make it agree. അതാണ് പറഞ്ഞത്. ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് ഈസ് ടെമ്പററിലി ട്രാൻസ്ഫർ ടു ദ സസ്പെൻസ് അക്കൗണ്ട് make it agree. It is a temporary account and should ultimately have a zero balance after rectification. ഇതേ അൾട്ടിമേറ്റ്ലി സീറോ ബാലൻസ് ആണ്, അവിടെ നിർത്തരുത്. റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ, അതായത് ഒരു സസ്പെൻസ് അക്കൗണ്ട് 1000 രൂപയുടെ എറർ കണ്ടു, അത് നമ്മൾ റെക്ടിഫൈ ചെയ്തു, പിന്നെ അതിന് ബാലൻസ് ഉണ്ടോ? ഇല്ല. പക്ഷെ അതിനൊരിക്കലും ബാലൻസ് ഇല്ല എന്നല്ല, റെക്ടിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇൻ കേസ് അതിന് ഡെബിറ്റോ ക്രെഡിറ്റ് ബാലൻസോ ഉണ്ടാവാം. അത് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് മാറ്റും. ഡെബിറ്റ് ആണെങ്കിൽ അസറ്റിലോട്ടും ക്രെഡിറ്റ് ആണെങ്കിൽ ലയബിലിറ്റിയിലോട്ടും. അപ്പം റെക്ടിഫൈ ചെയ്ത് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അതിന് സീറോ ബാലൻസ് ആയിരിക്കും, അതിന് ബാലൻസ് ഒന്നും കാണത്തില്ല. ഒരു ടെമ്പററി അക്കൗണ്ടാണ്. സസ്പെൻസ് അക്കൗണ്ട് ഈസ് മെയിൻലി യൂസ് ടു കറക്റ്റ് വൺ സൈഡ് എറേഴ്സ്. ടു സൈഡ് എറേഴ്സ് ആൻഡ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ഡു നോട്ട് റിക്വയർ സസ്പെൻസ് അക്കൗണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടു സൈഡ് എററോ അല്ലെങ്കിൽ എററോ പ്രിൻസിപ്പിളോ നമ്മുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കാത്ത എറേഴ്സാണ്. ട്രയൽ ബാലൻസിനെ ബാധിക്കുന്നില്ലേ പിന്നെ നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് എന്തിനാ? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് ഡിസഗ്രി, അല്ലെങ്കിൽ നമ്മളത് കറക്റ്റ് ആവണില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ടെമ്പററി ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ബാധിക്കുന്നില്ലേ പിന്നെ ഇതെന്താ? ടു സൈഡ് എറേഴ്സും എററോ പ്രിൻസിപ്പിളും ഡു നോട്ട് റിക്വയർ സസ്പെൻസ് അക്കൗണ്ട്. അവർക്ക് എന്താ, അതിന് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് സസ്പെൻസ് അക്കൗണ്ട് ഒന്നും വരത്തില്ല. വൺ സൈഡ് എററിനാണ് സസ്പെൻസ് അക്കൗണ്ട് സാധാരണ എഴുതുന്നത്. ടു സൈഡ് എറേഴ്സിന് എറർ പ്രിൻസിപ്പിൾ അതിനെ എഫക്ട് ചെയ്യത്തില്ല. ആഫ്റ്റർ ഓൾ എറേഴ്സ് ആർ റെക്ടിഫൈഡ് ദ സസ്പെൻസ് അക്കൗണ്ട് ഷുഡ് ബി ക്ലോസ്ഡ്. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സസ്പെൻസ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യും. ഇഫ് എനി ബാലൻസ് റിമൈൻസ് ഇൻ സസ്പെൻഡ് അക്കൗണ്ട് ഇയർ ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റ് ഇൻകംപ്ലീറ്റ് റെക്ടിഫിക്കേഷൻ. എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ എന്താ, നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയില്ല, അവിടെ ഇൻകംപ്ലീറ്റ് റെക്ടിഫിക്കേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിലെന്താ ഇങ്ങനെ കോമ്പൻസേറ്റിംഗ് എറർ അടുത്ത വന്നതെന്ന് വെച്ചാൽ അടുത്ത ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ എന്താണ് കോമ്പൻസേറ്റ് ചെയ്യുന്ന എറർ? ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന എറർ വേറൊരു സാധനം വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്തു, അപ്പോൾ അത് ട്രയൽ ബാലൻസിനൊന്നും ബാധിക്കത്തില്ല. ഇഫ് വൺ എറർ ഈസ് കൗണ്ടർ ബാലൻസ്ഡ് ബൈ അനദർ എറർ, ഏതെങ്കിലും ഒരു എറർ വേറൊരു എററുമായിട്ട് കൗണ്ടർ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എറർ ഓഫ് കോമ്പൻസേഷൻ. കോമ്പൻസേറ്റിംഗ് എറർ വിൽ നോട്ട് എഫക്ട് ദ ട്രയൽ ബാലൻസ്. അതൊരു പ്രീവിയസ് ആണ്. താഴെ തന്നിരിക്കുന്ന ഏതാണ് ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യാത്തതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് വിൽ നോട്ട് എഫക്ട് trial balance. For example, overcasting the amount of one side in the account shall be compensated by undercasting the amount of the same. ഇവിടെ 1000 രൂപ കൂട്ടി ഓവർകാസ്റ്റ് ചെയ്തു, അടുത്തത് 1000 രൂപ അപ്പുറത്തുനിന്ന് കുറച്ചു, അപ്പോൾ അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യും? ബാലൻസ് ആയി. അതാണ് ഓവർകാസ്റ്റ് ഒരു സൈഡ് ചെയ്യുമ്പോൾ അപ്പുറം അണ്ടർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാലൻസ് ആയി പോകും. അതുകൊണ്ടാണ് അതിനെ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ആണ് എറർ പ്രിൻസിപ്പിൾ. എൻ എറർ വിച്ച് വയലേറ്റ് ദ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് കോൾഡ് എറർ പ്രിൻസിപ്പിൾ. നമ്മളെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യാം. മീൻസ് ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എടുക്കേണ്ടത്, പ്ലാന്റ് മെഷീനറി മേടിച്ചു, അതിന് എന്തെങ്കിലും ഇൻസ്റ്റലേഷൻ ചാർജ് ഒക്കെ വന്നു, അതുകൊണ്ടിട്ട് റവന്യൂവിൽ എഴുതാൻ പറ്റത്തില്ല റിപ്പയർ വന്നത്, കാരണം ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ടതാണ്.
ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ വരുത്തുവാണെങ്കിൽ ക്യാപിറ്റൽ റവന്യൂ ആയിട്ടോ റവന്യൂവിനെ ക്യാപിറ്റൽ ആയിട്ടോ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് എറർ ഓഫ് പ്രിൻസിപ്പിളിൽ വരുന്നത്. എക്സാമ്പിൾ കാരേജ് പെയ്ഡ് ഓൺ മെഷീനറി. ഇത് നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ പി വൈക്കിൽ ഒരു സെക്രട്ടറിക്ക് ചോദിച്ചതാണ്. ഇങ്ങനെ ഒരു മെഷീനറി 15,000 10,000 അങ്ങനെ ഉണ്ട്, അതിന് എറക്ഷൻ ചാർജ് 5,000 വന്നു. അപ്പോൾ അത് എങ്ങനെയാണ് എഴുതേണ്ടത്? നമുക്ക് 15,000 എന്നാണ് എഴുതേണ്ടത്. കാരണം അതിന് എന്ത് കോസ്റ്റ് ഉണ്ടായാലും അതിൽ ആഡ് ചെയ്യണം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന് എതിരാണ്. അപ്പോൾ ക്യാപിറ്റൽ റവന്യൂ ആക്കി മാറ്റി എഴുതാൻ പറ്റത്തില്ല. അത് എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. എറേഴ്സ് വിച്ച് ഡിസ്ക്ലോസ് ഫ്രം ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, അതായത് എഫക്റ്റ് ചെയ്യുന്നതും എഫക്റ്റ് ചെയ്യാത്തതും. ഇതാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എറർ ഓഫ് പാർഷ്യൽ ഒമിഷനും എറർ ഓഫ് കമ്മീഷനും റോങ് പോസ്റ്റിംഗ് കാസ്റ്റിംഗ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രയൽ ബാലൻസിനെ ബാധിക്കും. ഇത് നിങ്ങളോട് കുറേ തവണ ചോദിച്ചതാണ്. ബാധിക്കാത്തത് എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, എറർ ഓഫ് പ്രിൻസിപ്പിൾ, റോങ് എൻട്രി ഇൻ ദ ജേണൽ. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാം? ട്രയൽ ബാലൻസിനെ ബാധിക്കത്തില്ല. When PV ratio is 40% and sales value is 20,000, the variable cost will be. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും റീസെൻറ്റ് ഇതില്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോഴും നടക്കണില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും നമ്മൾ ഇതുമായിട്ട് ഡിസ്കസ് ചെയ്ത് കുറേ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ ഇക്വേഷൻ ആദ്യം പഠിക്കാം. പി വി റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ. പി വി റേഷ്യോൻ്റെ ഇക്വേഷൻ, പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആണ്. അപ്പോൾ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. ബാക്കി ഇവിടെ തന്നിട്ടില്ലേ? കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്താൽ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് നമുക്ക് തന്നിട്ടില്ലേ? 20,000 ഇൻറ്റു 40%, 428. അപ്പോൾ എത്ര? 8,000 രൂപയാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. ഇനി കോൺട്രിബ്യൂഷന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. മാർജിനൽ കോസ്റ്റിലെ പ്രോഫിറ്റിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. കോൺട്രിബ്യൂഷന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് എസ് മൈനസ് വി, രണ്ട് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് പി. അപ്പം നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് വേരിയബിൾ കോസ്റ്റ് കിട്ടും. ഏത് ഇക്വേഷൻ എടുക്കണം? സി ഈസ് ഈക്വൽ ടു എസ് മൈനസ് വി എടുക്കാം. അപ്പം കോൺട്രിബ്യൂഷൻ 8,000 ഈസ് ഈക്വൽ ടു 20,000 minus variable cost. Variable cost is equal to 20,000 minus 8,000. എത്ര കിട്ടി? 12,000. വേരിയബിൾ കോസ്റ്റ് 12,000 കിട്ടി. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അഥവാ ഇല്ലെങ്കിൽ ഈ ഇക്വേഷൻ അങ്ങ് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ലാസ്റ്റ് തെറ്റാണ് ശരിയാണോ നോക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് പി വി റേഷ്യോൻ്റെ ഇക്വേഷൻ. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസിൻ്റെ പി വി റേഷ്യോ ഇതിൽ നമുക്ക് കണ്ടെത്തുന്നതാണ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു 20,000 നമുക്ക് തന്നിട്ടുണ്ട് ഇൻറ്റു 40%, 8,000 രൂപ കിട്ടും. കോൺട്രിബ്യൂഷൻ 8,000 കിട്ടിയ കോൺട്രിബ്യൂഷൻ രണ്ട് ഇക്വേഷനുള്ളത്. ഒന്ന് എസ് മൈനസ് വിയും അല്ലെങ്കിൽ എഫ് പ്ലസ് പിയും. ചിലപ്പോൾ എക്സാമിന് പ്രോഫിറ്റ് എന്നിട്ട് ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറയും, ഫിക്സഡ് കോസ്റ്റ് എന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയും. ഇത് ഏത് രീതിയിലും ഇതാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇത് രണ്ടും ഇത് വെച്ചിട്ട് അവർ എല്ലാ രീതിയിലും ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കും. അപ്പോൾ സി ഈസ് ഈക്വൽ ടു എസ് മൈനസ് വി, സി ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് പി. അത് വെച്ചിട്ട് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിച്ചു. 20,000 മൈനസ് ഇതാണ് ആൻസർ 12,000 രൂപ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ്, കോസ്റ്റ് കൺട്രോൾ ആൻഡ് റെഡ്യൂസ് കോസ്റ്റ് ആണോ, മെഷർ പെർഫോമൻസ് ആണോ, സിംപ്ലിഫൈ പ്രൊഡക്ഷൻ ആണോ, none of this. അപ്പോൾ ആൻസർ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? ആദ്യം പറഞ്ഞുതരാം കേട്ടോ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് അങ്ങനത്തെ കോസ്റ്റിംഗ് ഉണ്ടല്ലോ, അതുപോലൊരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് എക്സാമിന് താഴെ തന്നിരിക്കുന്ന ഏതാ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്നൊക്കെ തരും. ഇതൊരു കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കാണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇത് മീൻ ചെയ്യുന്നതെന്ന്. Standard costing is a technique of cost control in which predetermined cost or standard costs are fixed for material, labor and overhead, and actual costs are compared with the standard to find out variance. Standard costing involves fixing standard costs in advance for each element of cost. എന്താണെന്ന് നോക്കാം. നിങ്ങൾ കടയിൽ പ്രിൻ്റ് എടുക്കാൻ പോകുന്നു സഹകാരിയുടെ നോട്ട്സ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 100 രൂപ വന്നു. 100 രൂപ തന്നെന്ന് പറയണത് പ്രിൻ്റ് എടുത്തിട്ട് അവിടെ നിന്ന് വിളിച്ച് പറയുകയല്ല എനിക്ക് 100 രൂപ വേണമെന്ന്. എനിക്കൊരു 100 രൂപ ആകും ഇന്ന് ചിലവെന്നാണ്. അപ്പോൾ ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിറ്റർമിൻഡ് ആണ്. ഈ പ്രീ ഡിറ്റർമിൻഡ് ആയ കോസ്റ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റിനെ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് വിളിക്കും. നമ്മളവിടെ പേപ്പർ എടുക്കാൻ പോയപ്പം അവിടെ നമുക്കറിയുന്ന ആരോ ഉണ്ടായിരുന്നു. ആൾ പറഞ്ഞു 80 രൂപ മതി. അപ്പോൾ നോക്കിയേ, ഈ നമുക്ക് സംഭവിക്കുന്ന കോസ്റ്റിനെ നമ്മൾ ആക്ച്വൽ കോസ്റ്റ് എന്ന് വിളിക്കും.
സംഭവിക്കുന്ന കോസ്റ്റ് ആക്ച്വൽ കോസ്റ്റും മുൻകൂട്ടി തീരുമാനിച്ച കോസ്റ്റിനെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ വേരിയൻസ് 20ആണ്. ഇതിൻ്റെ വ്യത്യാസം, ഈ വ്യതിയാനത്തെയാണ് നമ്മൾ വേരിയൻസ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്ക്, 100 രൂപ ചിലവാണെന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ പോയി ചിലപ്പോൾ നമുക്ക് 120 ആവാം. ഇതിൻ്റെയും വേരിയൻസ് 20ആണ്. ഇത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ഇത് ആക്ച്വൽ കോസ്റ്റ്, നമുക്ക് സംഭവിക്കുന്ന കോസ്റ്റ്, വേരിയൻസ് 20. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ചിലവാണ് കേട്ടോ. 100 രൂപ ചിലവാകുമെന്ന് പറഞ്ഞാൽ 80 രൂപ ആയുള്ളൂ. ആശ്വാസം 20 രൂപ, അപ്പോൾ അത് പ്ലസ്. 100 രൂപ ചിലവാകുന്ന വിചാരിക്കുക 120 ആയി, അയ്യോ ഒത്തിരി കൂടിപ്പോയി, അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് വരും. നമുക്ക് ഇഷ്ടമല്ലാത്ത ഇതിനെ നമ്മൾ അൺഫേവറബിൾ അല്ലെങ്കിൽ അഡ്വേഴ്സ് എന്ന് വിളിക്കും. അൺഫേവറബിൾ അല്ലെങ്കിൽ അഡ്വേഴ്സ് എന്ന് വിളിക്കും. നമുക്ക് ഇഷ്ടമുള്ളതിനെ നമ്മൾ ഫേവറബിൾ, നമുക്ക് ഇഷ്ടമുള്ള ഫേവറബിൾ. അപ്പോൾ ഒരു പോസിറ്റീവാണ് വേരിയൻസ് വരുന്നതെങ്കിൽ അതിനെ ഫേവറബിളും, ഒരു നെഗറ്റീവ് വേരിയൻസാണ് വരുന്നുണ്ടെങ്കിൽ അതിനെ അഡ്വേഴ്സ് എന്ന് വിളിക്കും. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പോൾ ഇതുവഴി എന്താ ചെയ്യുക, നമ്മൾ കോസ്റ്റൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് വേരിയൻസ്, പുതിയ വലിയ ഫേം ആണെങ്കിൽ നമുക്ക് 100 കോടി രൂപയാവുന്നവരൊക്കെ 80 കോടി ആയുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല നമുക്ക്. അപ്പം 100 രൂപയാവുന്നവർക്ക് 120 ആയി. അപ്പോൾ നമ്മൾ എന്താ, അയ്യോ 20 കൂടിപ്പോയല്ലോ. അപ്പോൾ നമ്മൾ അതിനെതിരെ എഫക്റ്റീവ് മെഷേഴ്സ് എടുക്കും, അല്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ് എടുക്കും. ഇതെങ്ങനെ കുറയ്ക്കാം? അപ്പോൾ അതൊരു കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കല്ലേ. ഇതെങ്ങനെ കുറയ്ക്കാം? ഇതിങ്ങനെ ആവാൻ പാടില്ലല്ലോ, കുറയ്ക്കേണ്ടതല്ലേ. നമ്മൾ 100 രൂപ ചിലവാന്നവർക്ക് 120 ആയി, എന്തുകൊണ്ടായി? അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കത്തില്ലേ. അതാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇൻവോൾവ്സ് ഫിക്സിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഇതാ 100 രൂപ ഇൻ അഡ്വാൻസ് ആയിട്ട്. രാവിലെ എണീറ്റപാട് പോയിട്ട് 100 രൂപ എടുക്കുമല്ലോ നമ്മൾ. എന്താ അവിടെ കടയിൽ പോയിട്ടല്ല, നമ്മൾ എണീറ്റപാട് രാവിലെ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകണം, 100 രൂപ ഇന്ന് വേണം. അപ്പോൾ തന്നെ നമ്മൾ തീരുമാനം എടുത്തു. അതാണ് പ്രീ ഡിറ്റർമൈൻഡ് ഫോർ ഈച്ച് എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. ഓരോ കോസ്റ്റ് എലമെൻറ്റിന് വേണ്ടിയിട്ടും ഓരോ സ്റ്റാൻഡേർഡ് കോസ്റ്റിന് നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ഇൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ ബൈ കമ്പയറിംഗ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ്. കണ്ടോ, ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള കമ്പയർ ചെയ്യും. The difference between actual cost and standard cost is called variance. ഇത് തമ്മിലുള്ള വ്യത്യാസത്തിനെ നമ്മൾ വേരിയൻസ് എന്ന് വിളിക്കും. വേരിയൻസ് ആർ അനലൈസ്ഡ് ഇൻ ടു ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ. ഇത് രണ്ടും മാറിപ്പോരുത്. ഇതൊരു പോസിറ്റീവ് വേരിയൻസും ഇതൊരു നെഗറ്റീവ് വേരിയൻസും ആണ്. അതിനാണ് നമ്മൾ ഫേവറബിളും അൺഫേവറബിളും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഈ ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലുള്ള വ്യത്യാസത്തിന് നമ്മൾ വേരിയൻസ് എന്ന് വിളിക്കും. അത് ചിലപ്പോൾ പോസിറ്റീവ് വേരിയൻസ് ആയിരിക്കാം, നെഗറ്റീവ് വേരിയൻസ് ആയിരിക്കാം. It is mainly used in manufacturing industries where production is repetitive. Standard costing helps in budget preparation and managerial decision making. മുൻകൂട്ടി തീരുമാനിക്കുന്നു, ഇത്രയാണെന്ന് തീരുമാനിക്കുന്നു ഒക്കെ നമ്മൾ പഠിച്ചപ്പം ബജറ്റ് പ്രിപ്പറേഷനും മാനേജറിയൽ ഡിസിഷൻ മേക്കിനും ഉപയോഗിക്കും. ഇറ്റ് ഫെസിലിറ്റേറ്റ് എഫിഷ്യൻസി മെഷർമെൻറ്റ് ഓഫ് ലേബർ ആൻഡ് മെറ്റീരിയൽ യൂസേജ്. ചിലപ്പോൾ നമ്മളെ വീട്ടിലെ ഒരു പണിക്കാരൻ വരും. പണിക്കാരൻ വന്നിട്ട് എന്താ 100 ചാക്ക് സിമെൻറ്റ് വേണമെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ ആൾ പറയും 100 എത്തത്തില്ല, 110 വേണമെന്ന് പറയും. 10ൻ്റെ വ്യതിയാനം വന്നു. അപ്പോൾ ആ ഒരു നോക്കിയ യൂസേജിൽ വന്ന വ്യത്യാസം. ചിലപ്പോൾ നമ്മളോട് പറയും 1000 രൂപ ചിലവാകും, കൂലിയാവും എന്ന് പറഞ്ഞിട്ട് ഒരു പണി ഏറ്റെടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് പറയും ഇത് 1000 രൂപയിൽ നിൽക്കത്തില്ല കേട്ടോ എന്ന് പറയും. ലേബർ വേരിയൻസ് വന്നു. അപ്പോൾ ഇതുപോലെ ഓരോ അതിൻ്റെയൊക്കെ എഫിഷ്യൻസിയൊക്കെ അളക്കാൻ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഓരോ വേരിയൻസ് നമുക്ക് ഓരോ ക്വസ്റ്റ്യന് വരുമ്പോൾ അതാത് ബന്ധപ്പെട്ട വേരിയൻസ് പഠിക്കാം കേട്ടോ. വേരിയൻസ് അനാലിസിസ് ഹെൽപ്പ് മാനേജ്മെന്റ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ കൂടിപ്പോയി. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചിലവ് നമ്മൾ വിചാരിക്കണം 5000 രൂപ ചിലവാകുന്ന 6000 രൂപയായി. അപ്പം നമ്മളെന്താ ആലോചിക്കും, എന്തുകൊണ്ട് 6000 രൂപ വന്നു, അപ്പോൾ അത് ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് വേരിയൻസ് അനാലിസിസ് ഹെൽപ്സ് മാനേജ്മെന്റ് ടു കറക്റ്റീവ് ആക്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് EOQ ഫ്രം ദ ഫോളോയിങ്. ഇതും റീസെൻറ്റ് ട്രെൻഡ്സ് ആണ് വരുന്നത്. EOQ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എന്താണ് ഇക്വേഷൻ? 2CO റൂട്ട് ഓഫ് 2CO ഡിവൈഡ് ബൈ I. അപ്പം 2 ഇൻറ്റു C എന്താ കൺസംഷൻ, റൂട്ട് ഓഫ് 2 ഇൻറ്റു കൺസംഷൻ എത്രയാണ് 1600 ഇൻറ്റു O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരി, അതായത് കോസ്റ്റ് ഓഫ് പ്ലേസിങ് വൺ ഓർഡർ. പിന്നെ ആനുവൽ ക്യാരിയിങ് കോസ്റ്റ്. ഈ ക്യാരിയിങ് കോസ്റ്റ് ഉണ്ടല്ലോ, ഇതെപ്പോഴും പെർ യൂണിറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പെർ യൂണിറ്റിനൊക്കെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? 40. അപ്പം കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ എത്രയാണ്? 50 ഇൻറ്റു 50 ഡിവൈഡ് ബൈ 10%. ഈ പെർ യൂണിറ്റിൻ്റെയാണ് ഈ ക്യാരിയിങ് കോസ്റ്റ് കണ്ടത്. അപ്പം 10% ഓഫ് 40, അപ്പം 4. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, 10% ഓഫ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ അത് പെർ യൂണിറ്റിൽ തന്നിരിക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് ആണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് 40 എന്നല്ലോ, അതിന് നിശ്ചിത ശതമാനമായിരിക്കും ആനുവൽ ക്യാരിയിങ് കോസ്റ്റ്. എന്താണ് ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ പ്ലേസിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സാധനം മേടിക്കാൻ പോകണം. അതിനെ നമ്മൾ ഇപ്പം മേടിക്കാൻ പോകുമ്പോൾ അതിനെ നമുക്ക് ആദ്യം ആ സാധനം മേടിക്കാൻ വേണ്ടി കുറച്ച് നമ്മളിപ്പം ഒരു ഓർഡർ മെറ്റീരിയൽ ഇത്ര ക്വാണ്ടിറ്റി വേണം, ഇത്ര കിൻഡൽ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണമെങ്കിൽ നമ്മൾ കൊട്ടേഷൻ കൊടുക്കണം. അതൊക്കെയാണ് ക്യാരിയിങ്, അതായത്
പ്ലേസിങ് നമ്മൾ 2 കോസ്റ്റ് ഉണ്ട്. ഒന്ന് ക്യാരിയിങ് കോസ്റ്റും ഒന്ന് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഓർഡർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചിലവായിട്ടുണ്ടാവും, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, നമ്മൾ കൊട്ടേഷൻ അയക്കാൻ, അതാണ് ഓർഡറിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ മെറ്റീരിയൽ വന്നു, പിന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയുള്ള ചിലവിനെയാണ് നമ്മൾ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുക. ക്യാരി ചെയ്ത് വെക്കുക, അതിന് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 കോസ്റ്റുണ്ട് നമ്മൾ ഈ യോക്കിൽ. സി എന്ന് പറഞ്ഞാൽ കൺസംഷനാണ്, 2CO ഡിവൈഡ് ബൈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരി എത്ര ശതമാനം. ഈ ക്യാരിയിങ് കോസ്റ്റ് എപ്പോഴും കാണുന്നത് പെർ യൂണിറ്റിന് മേളിലായിരിക്കും. 10% ഓഫ് 44. അപ്പോൾ നോക്കിയേ, ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? റൂട്ട് ഓഫ് 40,000 കിട്ടും. അപ്പോൾ എത്ര കിട്ടി? 200 യൂണിറ്റ്. എപ്പോഴും EOQ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യം മറന്നു പോയത്. ഏതിൻ്റെ മേളിലാണ് 10% കണ്ട് പെർ യൂണിറ്റിൻ്റെ മേളിലായിരിക്കും ഈ ക്യാരിയിങ് കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓർഡറിങ് കോസ്റ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് പ്ലേസിങ് 1 ഓർഡർ 50 ആണെന്ന്. അപ്പം 2CO ഡിവൈഡ് ബൈ ഐ, ടു കൺസംഷൻ ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് ഡിവൈഡ് ബൈ ഐ ക്യാരിയിങ് കോസ്റ്റ്. അപ്പം 2 × 1600 × 50 ഡിവൈഡ് ബൈ 10% ഓഫ് 40. 40ൻ്റെ 10% 4. അപ്പോൾ ചെയ്ത് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2000, 200 യൂണിറ്റ് കിട്ടും. ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം മാത്രമേ മറന്നു പോകുള്ളൂ, ഈ ക്യാരിയിങ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഡിസ്കൗണ്ട് അലൗഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. എന്ത് ഡിസ്കൗണ്ട്? നമുക്ക് 2 ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ടും ഒന്ന് ക്യാഷ് ഡിസ്കൗണ്ടും. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ഡെറ്റേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. ഡിസ്കൗണ്ട് ഇസ് എ റിഡക്ഷൻ ഇൻ ദ എമൗണ്ട് പേയബിൾ അലൗഡ് ബൈ ദ സെല്ലർ ടു ദ ബയർ അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓർ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ്. ഒന്നിക്ക് നമുക്ക് സെല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴുള്ള സമയത്ത് അത് നമുക്ക് തരുന്ന ഡിസ്കൗണ്ടാണ്, റിഡക്ഷനാണ് എന്ത് പറയുന്നത് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് ഈസ് എ റിഡക്ഷൻ ഇൻ ദ എമൗണ്ട് പേയബിൾ അലൗഡ് ബൈ ദ സെല്ലർ ടു ദ ബയർ ഐദർ അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓർ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ്. ഇറ്റ് ഈസ് ജനറലി ഗിവൺ ടു എൻകറേജ് ബൾക്ക് പർച്ചേസ് ഓർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. ബൾക്ക് പർച്ചേസ് ആണെങ്കിൽ അത് ട്രേഡ് ഡിസ്കൗണ്ടും ഇത് ട്രേഡ് ഡിസ്കൗണ്ടും, ഈ പ്രോംപ്റ്റ് പേയ്മെൻ്റ് ആണെങ്കിൽ ഇത് ക്യാഷ് ഡിസ്കൗണ്ടാണ്. ഇത് നിങ്ങളുടെ പ്രീവിയസ് ചോദിക്കുന്നതാണ്. ഫോർ ബൾക്ക് പർച്ചേസ് ഇത് ഹോൾസെയിലർ ടു റീറ്റെയിലർ കൊടുക്കുന്നതും ഇത് ക്രെഡിറ്റർ ടു ഡെറ്റർ കൊടുക്കുന്നതും. പെട്ടെന്ന് ഞാൻ പൈസ കൊടുക്കണം, എന്നോട് പറയും എന്താ ക്രെഡിറ്റർ, എൻ്റെ ക്രെഡിറ്റർ പറയും ഇപ്പോൾ പെട്ടെന്ന് തന്നല്ലേ, ഇത്രയും വേണ്ട, കുറച്ച് ഡിസ്കൗണ്ട് എടുത്തോന്ന് പറയും. അപ്പം പ്രോംപ്റ്റ് പേയ്മെൻറ്റിനോ ബൾക്ക് പർച്ചേസിനോ കൊടുക്കുന്നതാണ് ഡിസ്കൗണ്ട്. അപ്പോൾ ബൾക്ക് പർച്ചേസിന് കൊടുക്കണമെങ്കിൽ അത് ട്രേഡ് ഡിസ്കൗണ്ടും പ്രോംപ്റ്റ് പേയ്മെൻറ്റിന് കൊടുക്കണമെങ്കിൽ അത് ക്യാഷ് ഡിസ്കൗണ്ടാണ്. ഡിസ്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് കോൾഡ് ട്രേഡ് ഡിസ്കൗണ്ട്. കണ്ടോ, സെയിൽ ഓഫ് ഗുഡ്സ് ഹോൾസെയിലർ ടു റീറ്റെയിലർ കൊടുക്കുകയാണെങ്കിൽ അതിനെ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കും. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ലിസ്റ്റ് പ്രൈസ് ബിഫോർ പ്രിപ്പയറിംഗ് ദ ഇൻവോയ്സ്. ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്ന ലിസ്റ്റ് പ്രൈസ് എന്ന്. ഇത് നമ്മളെ ട്രേഡ് ഡിസ്കൗണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാണിക്കത്തില്ല നമ്മൾ പറയേണ്ടത്. അപ്പോൾ അത് ഓൾറെഡി ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ലിസ്റ്റ് പ്രൈസ് ബിഫോർ പ്രിപ്പയറിംഗ് ദ ഇൻവോയ്സ്. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഡയറക്ട്ലി ഇൻ ദ ഇൻവോയ്സ്, നോട്ട് ഇൻ എ സെപ്പറേറ്റ് അക്കൗണ്ട്. ഒരു അക്കൗണ്ടിലോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളത് ട്രേഡ് ഡിസ്കൗണ്ടിന് എടുക്കത്തില്ല. ഡിസ്കൗണ്ട് മേ ബി ട്രേഡ് ഡിസ്കൗണ്ട്, അതായത് ഡിഡക്ഷൻ ഫ്രം ദ ലിസ്റ്റ് പ്രൈസ് ഓർ കാറ്റലോഗ് പ്രൈസ് യൂഷ്വലി അലൗഡ് ബൈ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ആരാ കൊടുക്കുന്ന, ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? ബൾക്ക് പർച്ചേസിന് കൊടുക്കുന്നതാണ്. ലിസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ കാറ്റലോഗ് പ്രൈസിനാണ് കൊടുക്കുന്നത്. Usually trade discount is deducted from list price or catalog price. This is shown in the invoice. So separate account is not needed for trade discount. ഇത് ഞങ്ങൾക്ക് PYക്ക് ചോദിച്ചതാണ്. സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ടിങ്ങിൽ കാണിക്കാത്തത് ഡിസ്കൗണ്ട് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. That means trade discount is not normally recorded in the books of accounts. Previous ആണ്. ഏത് ഡിസ്കൗണ്ട് ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ട്രേഡ് ഡിസ്കൗണ്ട് ആണ്, നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ക്യാഷ് ഡിസ്കൗണ്ട് ആണെങ്കിലോ, ക്യാഷ് ഡിസ്കൗണ്ട് ആർക്ക് കൊടുക്കുന്നതാണ്? ക്രെഡിറ്റർ. കണ്ടോ, മാറിപ്പോരുത്. ക്രെഡിറ്റർ ടു ഡെറ്റർ ആണ് ഓൺ ഇൻവോയ്സ് പ്രൈസ്, യൂഷ്വലി ഫോർ മേക്കിംഗ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. യൂഷ്വലി അക്കൗണ്ടിങ് ഈസ് നീഡഡ് ഫോർ പ്രൊവൈഡിങ് ക്യാഷ് ഡിസ്കൗണ്ട്. ഫോളോയിങ് ആർ ദ ജേണൽ എൻട്രി ഫോർ ക്യാഷ് ഡിസ്കൗണ്ട്. ഇത് നിങ്ങൾക്ക് പ്രീവിയസ് ചോദിച്ചതാണ് എൻട്രി കേട്ടോ, മുന്നേ ഒരു എക്സാമിന്. ഡെറ്റർ ടു ക്യാഷ് 10,000 രൂപ തരാനുണ്ട് കേട്ടോ. ഡെറ്റേഴ്സ് 10,000. ഡെപ്റ്റർ ടു ക്യാഷ്, ക്യാഷ് ഗിവൺ ടു ഡെറ്റർ എത്ര? 10,000 രൂപ. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, അതായത് അയാൾക്ക് നമ്മൾ പൈസ കൊടുക്കുകയാണ്. ക്യാഷ് ഗിവൺ ടു ഡെറ്റർ, പൈസ അങ്ങോട്ട് കൊടുത്ത് 10,000 രൂപ. തിരിച്ച് തരുമ്പോൾ എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് 10,000 രൂപ നമുക്ക് തരാനുള്ളത്, പക്ഷേ എന്താ ഡിസ്കൗണ്ട് അലൗഡ് 90,000 ടു ഡെറ്റർ 1000 രൂപ. അതായത് ക്യാഷ് അക്കൗണ്ട്, ക്യാഷിൽ 90,000. ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്. ക്യാഷ് അക്കൗണ്ടിൽ 90,000, ഡിസ്കൗണ്ട് 1000,
ടു ഡെറ്റർ 10,000 അങ്ങനെയാണ് വേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഡിസ്കൗണ്ട് ടു ഡെറ്റർ ഇങ്ങനെ വരും 10,000 രൂപ അങ്ങനെയാണ് പറഞ്ഞത്. ക്യാഷ് അക്കൗണ്ട് 90,000, ഡിസ്കൗണ്ട് അലോഡ് 1,000 രൂപ, പിന്നെ ഡു ഡെറ്റർ വരുന്നത്. It is a discount provided by the supplier of goods and services on list price or catalog prices of the goods supplied. Trade discount is not separately shown in the books of account. നോക്കണം. The account of purchase is shown in the books of account only after deducting trade discount amount. Already deduct ചെയ്ത amount ആണ് നമ്മൾ കാണിക്കുന്നത്. Trade discount is allowed on both credit and cash transaction. Trade discount is given on the basis of a purchase. മറ്റേ ക്യാഷ് ഡിസ്കൗണ്ട് ആണെങ്കിലോ allowed by supplier to buyer from the invoice price. ക്യാഷ് ഡിസ്കൗണ്ട് അക്കൗണ്ടിങ്ങിൽ കാണിക്കും. പിന്നെ വരുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് ഓൺലി ഓൺ ക്യാഷ് പേയ്മെൻറ്റ്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് ഗിവൺ ഓൺ ദ ബേസ് ഓഫ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.